ഇ ഡി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇ ഡി നൽകിയിരിക്കുന്ന നോട്ടീസ് അതീവ ഗൗരവമുള്ളതാണ്. നേരത്തെ തന്നെ മുൻ ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. ഹാജരാവാൻ പറഞ്ഞു. അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞതൊഴിഞ്ഞു ഹാജരായില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് നൽകുന്നത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുതകൾ വെളിച്ചത്ത് വരേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിലുള്ള അതീവ ഗൗരവമുള്ള ഒരു വിഷയമെന്ന നിലയിൽ ഈ ഇ ഡി നൽകിയിരിക്കുന്ന നോട്ടീസിനെ സംബന്ധിച്ച് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതാണ്. അത് ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. ഇതിനകത്ത് മുഖ്യമന്ത്രിക്കുള്ള പങ്കും അതോടൊപ്പം തന്നെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിക്കുള്ള പങ്കിനെ സംബന്ധിച്ച് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. അതാണ് ഇ ഡി നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലെങ്കിലും ഇതിൻ്റെ വസ്തുതകൾ വെളിച്ചത്ത് വരേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.